Dear children, welcome to our basic science class. Now I discussing about the first chapter, Know the Plant World Closely. അതെ, സസ്യലോകത്തെ അടുത്തറിയാം. Which among these food items did you get from plants? ഇവയിൽ എന്തെല്ലാം ആഹാര സാധനങ്ങളാണ് സസ്യങ്ങളിൽ നിന്ന് ലഭിച്ചത്? ഇവയെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? എല്ലാം സസ്യഭാഗങ്ങളാണല്ലോ. All are parts of plants, aren't they? Are you able to identify these plants? We use different parts of plants for food. The edible part in each plant is different. What are the different parts of plants? Flower, leaves, fruit, stem, roots. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ നാം ആഹാരമാക്കുന്നുണ്ടല്ലോ. ഓരോ സസ്യത്തിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വ്യത്യസ്തമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പൈസസിനെ കുറിച്ചിട്ടാണ്. സ്പൈസസ്. എ സ്പൈസ് ഈസ് എ സീഡ്, ഫ്രൂട്ട്, റൂട്ട്, ബാർക്ക് ഓർ അതർ പ്ലാന്റ് സബ്സ്റ്റൻസസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഫ്ലേവറിംഗ്, കളറിംഗ് ഓർ പ്രിസർവിംഗ് ഫുഡ്. ഈ സ്പൈസസിൻ്റെ എക്സാമ്പിളാണ് പെപ്പർ, ക്ലോവ്സ്, ടർമറിക്, ജിഞ്ചർ, കാർഡമം. വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? ഇതെല്ലാം നമ്മൾ സ്പൈസസ് ആയിട്ടും മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ചിത്രങ്ങളിൽ നോക്കൂ. അടത്തോട, കറി ലീവ്സ്, പനിക്കൂർക്ക, നീം, ഹിബിസ്കസ്, കുറുന്തോട്ടി, ഇവയെല്ലാം തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ ഉപയോഗങ്ങളും നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. നെക്സ്റ്റ് വി ഡിസ്കസിങ് അബൌട്ട് ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. ദിസ് വാട്ടർ contains various minerals. Plants also absorb carbon dioxide from the atmosphere through many spores present in their leaves. All these are done for preparing food. Preparation of food takes place in the leaves. This process is called photosynthesis. Sunlight and the pigment present in leaves called chlorophyll are essential for photosynthesis. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാമല്ലോ. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലകളിൽ വെച്ചാണ് ആഹാരം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ബട്ട് ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ക്ലോറോഫിൽ എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. ഫോട്ടോസിന്തസിസിൻ്റെ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് സ്റ്റാർച്ചായി മാറ്റപ്പെടുന്നുണ്ട്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് എ ഗ്ലൂക്കോസ്. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് along with this and it is released during daytime. The glucose formed through photosynthesis is later converted into starch. Plants prepare their food and are hence known as autotrophs. Carbon dioxide plus water, sunlight, chlorophyll, glucose plus oxygen. ഫോട്ടോസിന്തസിസിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഫോട്ടോസിന്തസിസിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത്, എന്തൊക്കെയാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളത്. ഇതെല്ലാം നമ്മൾക്ക് ഒരു ചെറിയൊരു ഇക്വേഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു പ്ലാന്റ്സ് ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്? എങ്ങനെയാണ് പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നതെന്ന്. പീൽ ഓഫ് എ ലിറ്റിൽ of the outer layer from the lower side of the betel leaf or taro leaf. Dip the layer and dilute stain. Place this layer
on a glass slide using point brush. Observe this through the microscope. Don't you see the pores in the leaves? Yes. ഇത് നമ്മൾക്കറിയുന്ന ഒരു എക്സ്പെരിമെൻ്റ് വഴിയായിട്ടാണ് നമ്മൾക്കറിയാൻ പറ്റുന്നത്. അതായത് ഒരു വെറ്റിലയുടെയോ ചേമ്പിലയുടെയോ അടിവശത്തെ പാളി അല്പം ഇളക്കിയെടുക്കുക. പാളി നേർത്ത സ്റ്റെയിനിൽ മുക്കുക. പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. ഇലകളിൽ സുഷിരങ്ങൾ കാണുന്നുണ്ടല്ലോ. യെസ്, ഇതാണ് സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? Plants absorb carbon dioxide and release oxygen during photosynthesis. These gases exchange take place through small pores in the leaves. These pores are called stomata. They also release water from plants to the atmosphere. What is chlorophyll? എന്താണ് chlorophyll? The green colored pigment seen in plants is chlorophyll. Chlorophyll absorbs the sunlight needed for the photosynthesis. It is present more in the leaves. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത് ഈ ക്ലോറോഫില്ലാണ്. ക്ലോറോഫിൽ കൂടുതലുമുള്ളത് ഇലകളിലാണ്. ഇനി എല്ലാ ഇലകൾക്കും പച്ച നിറമാണോ? ഡിഡ് യു സീ ദ അമാരന്തസ്? നമ്മൾ റെഡ് കളറിലെ അമാരന്തസിനെ കണ്ടിട്ടുണ്ടാവും. ചുവന്ന ചീര കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ ചുവന്ന ചീരയിൽ എന്താണ് നോക്കാം നമുക്ക്. ബിസൈഡ്സ് chlorophyll, other pigments are also present in plants. Hence, leaves with the pigment xanthophyll appear yellow in color. Those with carotene appear yellowish orange. Those with anthocyanin appear red in color. Pigments give color to leaves, stems, flowers and fruits. ഹരിതകമല്ലാത്ത വർണ്ണകങ്ങളും സസ്യങ്ങളിലുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും കരോട്ടിനുള്ളവ ഓറഞ്ച് നിറത്തിലും ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും ആന്തോസിയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പു നിറത്തിലും കാണുന്നത്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ചെമ്പരത്തിപ്പൂ ചുവന്നിരിക്കാനും സൂര്യകാന്തിപ്പൂവ് മഞ്ഞ നിറമാവാനുള്ള കാരണം നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ആണ്. എന്താണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡു യു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ അറ്റ് ഓൾ ടൈംസ്? സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. Since photosynthesis does not take place at night, oxygen is not released. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. All organisms, including plants, respire day and night. Oxygen is taken in and carbon dioxide is given out at that time. എല്ലാ സസ്യജാലങ്ങളും എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് റെക്സി ടീച്ചർ സൈനിങ് ഓഫ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.